ഇത്രയും കാല് പൊക്കുന്നില്ല. അത്രയും ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനുമില്ല. വിസ്മയ, നമ്മളിപ്പോ ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോൾ മീശപിരി, മുണ്ടു മടക്കുത്തി, കാല് വലിച്ചിട്ടുള്ള അടിയൊക്കെ. അപ്പം വിസ്മയ വരുന്നു, അപ്പൊ ഒരു ആക്ഷൻ മൂവി ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമോ ലാലേട്ടനെ പോലെ തന്നെ? അതിപ്പോ പറയാൻ പറ്റില്ല. ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ? അത് സിനിമ കണ്ടിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ലാലേട്ടാ എങ്ങനെയാ നമ്മുടെ ഇത്രയും കാല് പൊക്കുന്നില്ല. അത്രയും കാല് പൊക്കാൻ കുറച്ച് പ്രയാസമാണ്. ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞില്ലേ, ചൂട് പറഞ്ഞു. ഞാൻ വരട്ടെ, ഇത്രയും അതിലുള്ളവരൊക്കെ ഏറ്റവും വലിയ ആക്ഷൻ ഡയറക്ടേഴ്സാണ് അല്ലേ? സ്റ്റൺ സിൽവ, മറ്റേത് ഇതിൻ്റെ പേര് യാനിക് ബെൻ. ആ പേര് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം അത്യാവശ്യം ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാവും. ലാലേട്ടനോട് ചോദിക്കാം. എന്നോട് ചോദിക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് വിസ്മയ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിലർ ഇംപ്രസീവ് ആണ്, ഇന്റർവ്യൂ കാണുമ്പോൾ ആൾ നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പൊ തന്നെ കാണുമ്പോൾ കുറച്ച് ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ട്. അല്ലല്ല, വിസ്മയക്ക് ഇത് മാറ്റാൻ, ടെൻഷൻ മാറ്റി വയ്ക്കൂ, അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉപദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ടെൻഷൻ ഞാൻ അവർ തന്നെയല്ലേ മാറ്റി വയ്ക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തൂക്കും അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. പക്ഷേ ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനുമില്ല. ഇപ്പം 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷനില്ല. ഒരു പ്രിപ്പറേഷനാണ്, അത് അറിയാതെ സംഭവിക്കുന്നതാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെ അല്ലേ ഇപ്പം. ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിലൊന്നും ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സക്സസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെയും അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കുക എന്നുള്ളത് അത് വീണ്ടും ടെൻഷനാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ അല്ലേ? നമുക്കൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു, ട്രെയിലർ കണ്ടു, ഇനി സിനിമ കാണാൻ പോവാണ്. ആ സിനിമയെ കണ്ടിട്ട് വിലയിരുത്തും. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുന്ന ആളുടെ ടെൻഷനിൽ പോയിട്ടൊന്നും കുത്തി നോക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഈ ടെൻഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്. കാരണം ഈ പ്രണവ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ചേട്ടാ ഈ ഇൻ്റർവ്യൂസിനൊക്കെ കുറച്ച് ടെൻഷനാണ്. അപ്പം നമ്മളത് അങ്ങനെ അനുവദിച്ചു കൊടുത്തു. മായ സിനിമയിൽ വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു, അയ്യോ ഇത് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, നമ്മളങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനൊക്കെ. അപ്പം നമ്മളെന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും മോള് വരണ്ടെന്ന് പറഞ്ഞു. സിനിമയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇല്ല മോളെ അതാ ഒന്ന് ജസ്റ്റ് വന്നാൽ മതി, എന്തെങ്കിലും നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് അല്ലേ, എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ പാവം വന്നിട്ട് അതിനിപ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. ഇതാണ് സത്യസന്ധമായ കാര്യം. ഓക്കെ, കണ്ടില്ലേ? Sir, one question to you. You always... വിസ്മയ തുടക്കം അതിമനോഹരമാകട്ടെ. എല്ലാ ആശീർവാദങ്ങളും. 2 ചോദ്യങ്ങളുടെ ഒരു കോംബോ ആണ്. ഒരു ചോദ്യം ലാലേട്ടനും ഓരോ ചോദ്യം വിസ്മയക്കും. ഈ തുടക്കം സിനിമയുടെ സ്ക്രിപ്റ്റ് വീട്ടിലെത്തിയതിനു ശേഷം എത്ര മണിക്കൂർ വീട്ടിൽ ഡിസ്കഷൻ നടന്നു ഈ പടത്തിലേക്ക് വിസ്മയിക്കാൻ? വിസ്മയ, അടുത്ത ചോദ്യം, പ്രണവേട്ടൻ എന്താണ് നൽകിയ ഉപദേശം? ടിപ്പ്. ആദ്യം ലാലേട്ടൻ, അതിന് വിസ്മയ. എങ്ങനെ എത്ര മണിക്കൂർ നടന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഞാൻ അതിലുണ്ടായിരുന്നില്ല. എനിക്ക് ഓഫ്കോഴ്സ് കഥ കേട്ടു. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും ഞാൻ പോയില്ല. അതാണ് എൻ്റെ സത്യം. എനിക്ക് എൻ്റേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്തു. അതവർക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്തു. അതാണ് എൻ്റെ സത്യം. വിസ്മയ, പ്രണവേട്ടൻ എനി ഹെൽപ്പ് ടിപ്സ് ഫോർ ആക്ടിങ്? അങ്ങനെ ടിപ്സ് ഒന്നും തന്നില്ല. ബട്ട് ഹി ജസ്റ്റ് സെഡ് ഹാവ് ഫൺ ആൻഡ് ഡിസ്കഷൻ. അങ്ങനെ ഡിസ്കഷനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും
ഇതിനെ പറ്റി സംസാരിച്ചു. ആൻഡ് സ്റ്റോറി ഭയങ്കര ഇഷ്ടമായി, ഇഷ്ടപ്പെട്ടു. എനിവേസ് യാ. ഹലോ, ഇവിടെയാണ്. നമസ്കാരം. തുടക്കം നല്ല സംഭവമായിട്ട് ജൂഡിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആദ്യം ലാലേട്ടനോട് തന്നെയാണ്. ലാലേട്ട, ഒരച്ഛൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ താങ്കൾ. അതിന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു, അതിന് സന്തോഷം. ഞങ്ങളെല്ലാം കുട്ടി തന്നെയാണ് വിസ്മയ. ലാലേട്ട അഭിനയിക്കുന്ന സമയത്ത്, ലാലേട്ടൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വരാം. വിസ്മയോടൊപ്പം ആ ഷെയർ ചെയ്യുമ്പോൾ, ക്യാമറയ്ക്ക് മുന്നിൽ ഷെയർ ചെയ്യുമ്പോൾ ലാലേട്ടന് തോന്നിയ ആ മുഹൂർത്തം എന്തായിരുന്നു ആ സമയത്ത്? അല്ല, ആ സമയത്ത് എൻ്റെ മകളാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളായിട്ടാണല്ലോ. അപ്പം മകളായിട്ട് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അവർക്ക് അവർ പറയുന്ന, അല്ലെങ്കിൽ അവർ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയാണ്. അപ്പം അതുകൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ആ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു കൊളീഗായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ്. സിനിമകൾ ഒത്തിരി അച്ഛൻ്റെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിരീടമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ സിനിമയിൽ അച്ഛൻ്റെ മുന്നിൽ പോയി നിന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ, ജൂഡ് പറഞ്ഞു തരുന്ന ഡയലോഗ് പറയുമ്പോൾ എന്തായിരുന്നു ആ ഫീൽ? ഐ മീൻ ആദ്യത്തെ സീനും കുറേ അത് ഞാൻ അച്ഛനായി കണ്ടു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പോവാണ്, ലൈക്ക് ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് നെർവസ്. സോ ഞാൻ നെർവസ് ആയിരുന്നു. 18 അല്ല 16, സോറി. അച്ഛൻ ഹെൽപ്പ് ചെയ്തു, ജൂട്ടാൻ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ആദ്യത്തെ സീനിൻ്റെ ഫസ്റ്റ് ഷോട്ടായിരുന്നു പ്രശ്നം. പക്ഷേ പിന്നെ സീനിലോട്ട് പോയപ്പോൾ ഓക്കെ ആയിരുന്നു. Hi, Vismaya. Yeah, I'm sitting right here. Okay. So you've spent years expressing yourself through poetry, painting, and everything. There, the creative control is almost under you. But here, when it's acting, it's more of a collaborative process and it's shaped by Jude's vision here. Is it difficult to let go of that control, emotional control, as an artist? So I would say that it's still the same kind of freedom. I wouldn't say that the freedom is any less with this process, because it's like, I mean, it's an art form, right? So you're still expressing in your own way. So it's not, yes, of course, the director gives you his vision, but then it's your instrument, right? So you have to bring out your own creativity. Yeah. Thank you so much for the answer, sir. My question is to you. You've seen actors starting their journey through all these decades. As a father and as an actor, what do you think is the most important quality a co-actor, an experienced co-actor should have when he is with a person who's facing the camera for the first time? Basically common sense. Seriously. Because we are not supposed to ridicule them, or we should not give any kind of confusion to them. So be with them, travel with them, and you can on the travel you can correct them, or you can learn so many things. So to be with acclimatization, you need an acclimatization. They also need. So to be in that league and to be in our league, it's a beautiful process happening. So നമ്മുടെ കോ ആക്ടേഴ്സിൻ്റെ കൂടെ ഏറ്റവും രസകരമായിട്ട് മേക്ക് ഫൺ വിത്ത് ദം, ബി എന്താണ് ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് എക്സ്ചേഞ്ച് ആൻഡ് മേക്ക് ദം കംഫർട്ടബിൾ. സെയിം വിത്ത് മായ. അപ്പം മായ സംടൈംസ് വി ഫീൽ, അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ഇവരടുത്തല്ല, എല്ലാവർക്കും തോന്നാം, മറ്റവർക്കും തോന്നാം. അതിനെ ഒരു ഇറിറ്റേറ്റഡ് ആകാതെ, സെയിം വിത്ത് ഡയറക്ടേഴ്സ് ഓൾസോ, അല്ലേ? ചില ഡയറക്ടേഴ്സ് ഉണ്ട്, ചില ദേഷ്യപ്പെടുന്നവരുണ്ടാകും, പക്ഷേ that will reflect
ദ കോൺഫിഡൻസ് ഓഫ് ദ ആക്ടർ. അപ്പോൾ ഒരു പ്രോസസ്സാണ്, ഇറ്റ്സ് എ ഹാബിറ്റ്, ഇത് ഒരു പ്രാക്ടീസാണ്. സോ ഇപ്പോൾ ലൈക്ക് ഹി സെഡ്, ഫസ്റ്റ് ഡേ പോലെ ആയിരുന്നില്ല മായ 10th ഡേ, പിന്നെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞത്. സോ ഇറ്റ്സ് എ പ്രോസസ്. സോ അതിന് യു നീഡ് ഇതൊരു സെൽഫായിട്ട് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറയണതൊക്കെ ഇറ്റ്സ് എ മോർ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺ ദ സ്റ്റേജ്. ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് എൻറ്റിറ്റി വൈസ്, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് സിനിമ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു പ്രാക്ടീസ്. നിങ്ങളുടെ ഒരു ഇൻ്റലിജൻസ് ആണ് അതിൻ്റെ പുറകിലുള്ളത്. ആൻഡ് ബേസിക്കലി ഐ ബിലീവ് ആൻ ആക്ടർ നീഡ്സ് എക്സലൻറ്റ് കോമൺ സെൻസ്. താങ്ക് യു. Thank you so much, sir. ജൂനേട്ട ഇവിടെ ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് ലാലേട്ടൻ റെഫറൻസുകളില്ലാതെ കടന്നു പോകുന്ന ദിവസങ്ങൾ കുറവാണ്. അപ്പോൾ മകളുടെ സിനിമ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഡയമെൻഷൻ തന്നെയുണ്ട്. ആ രീതിക്ക് ചെറിയ റെഫറൻസുകൾ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് മാത്രമല്ല, ഈ ട്രെയിലർ കാണുമ്പോൾ ഒരു ആക്ഷൻ സിനിമയുടെ ഭയങ്കര ഫീൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടനും വിസ്മയും തമ്മിലുള്ള ആക്ഷൻ സീക്വൻസ് സിനിമയുടെ ഭാഗമാണോ? 2 ചോദ്യങ്ങൾ. അങ്ങനെ റെഫറൻസുകൾ ഞാൻ എൻ്റെ കുറേ സിനിമകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾമോസ്റ്റ് മിക്ക സിനിമകളിലും ലാലേട്ടൻ റെഫറൻസുകൾ ഞാൻ വെക്കാറുണ്ട്. ഇതിൽ പക്ഷേ ലാലേട്ടൻ തന്നെ വന്നതുകൊണ്ട് പിന്നെ റെഫറൻസ് ഒന്നും വെക്കേണ്ടി വന്നില്ല. പിന്നെ ആക്ഷൻ മൂവി ആണെന്ന് ഞാൻ പറയുന്നില്ല, ആക്ഷൻ ഉണ്ട് പടത്തിൽ. ഇപ്പോൾ യൂഷ്വലി നമ്മൾ പണ്ടൊക്കെ ഞാൻ സിനിമ കാണുമ്പോൾ നമ്മളെല്ലാവരും സിനിമകൾ കാണുമ്പോൾ ടി വിയിൽ സംഘടനം ത്യാഗരാജനുണ്ടോ എന്ന് നോക്കും ആദ്യം പടം തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോഴായിരിക്കും ഒരു ഇൻട്രസ്റ്റ് പടം കാണാൻ. എന്ന പോലെ പുട്ടിന് പീര പോലെ കുറച്ച് സംഘടന ഉണ്ട് ഈ പടത്തിൽ. പക്ഷെ ഇതൊരു ആക്ഷൻ മൂവി അല്ല, ആക്ഷൻ ഉണ്ട് സിനിമയിൽ. ഇല്ല, പുള്ളിക്ക് അറിയേണ്ട ഞാനും മായയായിട്ട് ആക്ഷൻ ഉണ്ടോ? ഇല്ല, അവർ വീട്ടിലുണ്ടോ ആക്ഷൻ ഉണ്ടോ, ഇവിടെ പടത്തിൽ. അതായത് ലാൽ സാറിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് ഉത്തരം നിങ്ങൾക്ക് തരുമായിരുന്നു. ഈ മായയുടെ ആക്ഷൻ പോലും പടത്തിലുണ്ടോ എന്ന് ഞാൻ ഇപ്പോഴും കൺഫേം ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് ഒരു ആക്ഷൻ പടമാണ്. പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ മൊയ്ത്തായി പഠിച്ച എല്ലാവരെയും ഇടിച്ചു മറിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറല്ല പടത്തിൽ. വളരെ ശാന്ത സ്വഭാവമായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു അച്ഛനായിട്ട് അഭിനയിക്കുന്ന സായിച്ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട്. അവിടുത്തെ CA ആയിട്ട് ചെയ്യുന്ന മനോജ് ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വില്ലൻ കൊടൂര വില്ലനായ ബോബി ചേട്ടൻ പടത്തിലുണ്ട്. അത് ഉഗ്രൻ വില്ലനാണ്. അത് പിന്നെ ആശിഷ് ഒരു ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്. അന്നച്ചേട്ടൻ അറിയാമല്ലോ, നമ്മുടെ സ്വന്തം അന്നച്ചേട്ടൻ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു ആർട്ടിസ്റ്റാണെന്ന് ചോദിച്ചോ. ഇത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ആർക്കും എന്താ പറയുക, എപ്പോൾ വിളിച്ചാലും സ്വന്തം ഒരു കുടുംബത്തിലൊരാളെ പോലെ വിളിക്കാവുന്ന ബന്ധമുണ്ട് ഈ സിനിമ കഴിഞ്ഞപ്പോൾ. ഈ പടത്തിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരുമായിട്ടും. അപ്പോൾ അത് അത്രയും എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇത് സിനിമയാണ്. അതൊരു വലിയ സിനിമയൊന്നുമല്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ലാൽ സാറിൻ്റെ ക്യാരക്ടറും എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഞാൻ എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ജെയ്ക്സ് വിജയ് ഇവിടെ. ജെയ്ക്സിനെ പലപ്പോഴും ഇൻ്റർവ്യൂകളിൽ പറയാറുണ്ട്, ഒന്ന് ഡൗൺ ആകുമ്പോൾ ഒന്ന് പേഴ്സണലി ഒരു ഇൻസ്പിറേഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് തുടരൂലെ ഈ പോലീസ് സ്റ്റേഷൻ സീക്വൻസിലെ ലാലേട്ടൻ്റെ ജമ്പും അതിൽ കൊടുത്തിട്ടുള്ള ബാക്കിങ്ങും സ്വയം കൊടുത്തിട്ടുള്ള ബാക്കിംഗ് മ്യൂസിക്കിനെ കേട്ടൊന്ന് സന്തോഷം ഉൾക്കൊള്ളാറുണ്ട് എന്നുള്ളത്. ഇപ്പം കുറച്ചും കൂടി വലിയൊരു സ്കെയിൽ കിട്ടിയിരിക്കുന്നു. കുറച്ച് റെസ്പോൺസിബിളും ആണ്. കാരണം ഒരു തുടക്കമുണ്ട്, അതുപോലെ തന്നെ അതിൽ ലാലേട്ടൻ പ്രസൻസും ഉണ്ട്. അപ്പോൾ ഈ തുടക്കത്തിന് വേണ്ടി സ്കോർ ചെയ്യുമ്പോൾ എന്താണ് ബേസിക്കലി മൈൻഡിൽ ഉണ്ടായിരുന്നത് ആസ് എ ഡിസൈൻ? ജൂഡ് പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അതിൽ കൂടുതൽ എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലുള്ള ആളാണ്. അപ്പം എനിക്ക് ലാലേട്ടൻ്റെ തുടർന്നുള്ള ആ സീക്വൻസ് ശരിക്കും അന്ന് സ്കോർ ചെയ്യുന്ന സമയത്ത് ആ എനർജിയിൽ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ആ ഒരു വൈബ് തിയേറ്ററിൽ കിട്ടിയത് അത് ഇതുവരെ ഐ ഡോണ്ട് തിങ്ക് ഐ റിപ്പീറ്റഡ് ദാറ്റ്. കാരണം അത് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കി. തുടക്കത്തിൽ സ്ക്രിപ്റ്റിൽ അനുയോജ്യമായ സ്കോർ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ 7-ാം തീയതി കണ്ടിട്ട് പറയൂ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം അജിൻ ചോദിച്ചതുപോലെ നമുക്ക് ഒരുപാട് ലാലേട്ടൻ റെഫറൻസുകളുടെ സൗകര്യം ഉണ്ടല്ലോ ഇതിനകത്ത്. അല്ലെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ കൊണ്ട് എന്താ മോനെ എന്ന് പറയിപ്പിക്കലോ, അല്ലെങ്കിൽ ലൈൻ കട്ട് എന്ന് പറയിപ്പിക്കലോ, ഇതൊക്കെ നമ്മുടെ ഒരു ശൈലിയായി, ഭാഷാശൈലിയായി മാറിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് അത് പറഞ്ഞാൽ, അത് വിസ്മയ മോഹൻലാൽ പറഞ്ഞാൽ വലിയ തിയേറ്റർ മൊമെൻ്റ് ആണ്. അത് പറയിപ്പിക്കാതിരുന്നിട്ട് വേറെ ഒരു കാര്യം ആലോചിക്കുക, അത് എത്രമാത്രം ടഫായിരുന്നു? അല്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട വരില്ലല്ലോ. കാരണം നമ്മളൊരു സിനിമയാണല്ലോ ചെയ്യുന്നത്. ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ. ആ ക്യാരക്ടറും അതിൻ്റെ കൂടെ ഉള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് സിനിമ. ഞാൻ തമാശയ്ക്ക് ഒരു ദിവസം ലൊക്കേഷനിൽ മായയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ തോള് ചരിച്ച് നടക്കുമെന്ന് ചോദിച്ചു, വെറുതെ വീഡിയോ എടുക്കാനായിട്ട്. എനിക്ക്
പോസ്റ്റ് ചെയ്യാനായിരുന്നു. പക്ഷെ മായ സമ്മതിച്ചില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏതൊരു ഒരു സീനിൽ ഞാനിങ്ങനെ ചോദിച്ചു, എന്താ മോനെ അങ്ങനെ എന്തോ ചുമ്മാ തമാശ, വെറുതെ പടത്തിലൊന്നുമില്ല. കാരണം നമ്മൾ സിനിമ ഇപ്പോൾ ലാലേട്ടൻ റെഫറൻസുകൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പോലും സിനിമകളിൽ അത് വളരെ ബ്ലെൻഡായിട്ട് പോകുമ്പോഴാണ്, അല്ലാതെ ഒരു ഫോഴ്സ്ഡ് ആയിട്ട് നമ്മളൊരു സാധനം യൂസ് ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു ഏരിയ വന്നില്ല. അറിയില്ല. പിന്നെ ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഒരു സാധനം ചെയ്യാൻ ആലോചിക്കാറില്ല. സിനിമയുടെ എന്താണോ അതിൻ്റെ തിരക്കഥയിൽ എന്താണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ കൂടെ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ആന്റണി ചേട്ടനുള്ളതാണ്. ആന്റണി ചേട്ടാ ഇപ്പം ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, ഒരു നടൻ്റെ അച്ഛനും കൂടിയാണ്. ഒരു നടൻ്റെ അച്ഛനും കൂടി ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ സിനിമയിലേക്ക് ജോക്കുവിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ജോക്കു വരണം എന്ന് ആന്റണി ചേട്ടനാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച്, അതോ ശാന്തി ചേച്ചിയായിരുന്നു ആഗ്രഹിച്ചത്? അല്ല, ഞങ്ങളങ്ങനെ ഒരു സിനിമാ നടനാകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആകുമെന്നോ ഒന്നും വിചാരിച്ചിട്ട് ഉള്ള യാത്രയല്ല. ശരിക്കും ഈ കഥ കേട്ടു, മായയുടെ ഒരു സിനിമയുടെ കഥയാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ ആ കഥ കേൾക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇന്നൊരു ക്യാരക്ടർ ചെയ്താൽ നല്ലതല്ലേ എന്നുള്ളൊരു ആശയമുണ്ടായി. അത് എല്ലാവർക്കും സ്വീകാര്യമായി അങ്ങനെ വന്നതാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ശരിക്കും പ്രണവിൻ്റെ പടത്തിൽ ഒരു വേഷം ചെയ്യാൻ വേണ്ട ആഗ്രഹമുണ്ടായിരുന്നു. അത് 2-3 വർഷമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെപ്പോഴെങ്കിലും നടക്കുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഒരു നടൻ്റെ അച്ഛനും കൂടിയാണ്. ഇനി മറ്റ് ഡേറ്റുകൾ കൊടുക്കാൻ, മറ്റ് ഡേറ്റുകൾ മറ്റുള്ളവർക്ക് ഞാനിപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അങ്ങ് പോവും. ഓക്കെ ആണോ? അവിടെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ. ഹലോ, എൻ്റെ ചോദ്യം സായികുമാർ സാറിനോടാണ്. സോ സർ, ഒരുപാട് ഡെക്കഡ്സ് ഓഫ് എക്സ്പീരിയൻസ്, യു ആക്ടഡ് വിത്ത് എ ലോട്ട് ഓഫ് ടാലൻറ്റ്. അപ്പോൾ ആ സമയത്ത് എസ്പെഷ്യലി വെൻ യു ആർ ആക്ടിങ് വിത്ത് എ കോസ്റ്റാർസ് ഡോട്ടർ, ഇന്റേർണലി നമ്മൾ അവരുടെ പെർഫോമൻസിനെ ഓവർ പവർ ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഫോർ ലെജൻഡറി ആക്ടേഴ്സ് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ അഭിനയിക്കുന്ന ഒരു പടത്തിനകത്ത് നമ്മളെ വിളിക്കുന്ന ഒരു ക്യാരക്ടറിൽ അത് ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള കോ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും നമുക്ക് എന്താ പറയുക, സന്തോഷത്തോടുകൂടി അവർക്ക് പറയാൻ പറ്റും, ഇങ്ങനൊരു മൊമെൻറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇട്ടാൽ അങ്ങനെ വന്നാൽ നന്നായിരിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് എല്ലാവരുടെ അടുത്തും ഇല്ല. അത് ഇഷ്ടപ്പെടുകയും അതിനെപ്പറ്റി അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം നമ്മൾ എളിയ സജഷൻസ് പറയാറുണ്ട്. നമ്മൾ ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്യാറില്ല. ലാൽ സാറിനോടാണ്. സർ, ഹലോ സർ. ലാൽ സാറിനോടാണ്. ലാൽ സാർ, മലയാള സിനിമയിൽ ഈ ഇപ്പോൾ സായികുമാർ എന്ന് പറഞ്ഞ നടൻ്റെ ആ കുടുംബം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അങ്ങനെ ആ ഒരു കുടുംബം, ആ ഒരു കലാകുടുംബം പോലെ വന്നിട്ടുണ്ട്. അതുപോലെ NN പിള്ള. ഇപ്പോൾ മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ 48 വർഷമായി, ഇപ്പോൾ 50 വർഷമാകാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വന്നു, അതിനുശേഷം ഇപ്പോൾ മകൾ വന്നു. അപ്പോൾ ആ ഒരു കലാകുടുംബം മലയാള സിനിമയിലേക്ക് പൂർണ്ണമായും വരികയാണ്. അതിൽ അങ്ങനെ തൃപ്തനാണോ? എന്താണ് അദ്ദേഹത്തിന് അങ്ങേക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്? അത് ഇപ്പം എൻ്റെ ഒരു കാര്യം, അവർ രണ്ടുപേരും ഒരു ആക്ടറോ ആക്ട്രസ് ആവുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ കുടുംബവും ചിന്തിച്ചിട്ടില്ല. അത് സംഭവിച്ചാണ്. പക്ഷെ ഇവരുടെ കാര്യം അങ്ങനെയല്ല. ഇവരുടെ സ്റ്റേജിൽ നിന്നാണ് അല്ലേ. അവരുടെ ഫാമിലിയായിട്ട് അത് തുടങ്ങി, അവരെപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങളുടെ കുടുംബവും ഇപ്പോൾ എൻ്റെ സുച്ചിയുടെ ഫാമിലി ആയാലും ഒക്കെ സിനിമയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫാമിലിയിൽ നിന്ന് സിനിമയിൽ ആദ്യം വന്നത്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ഇതൊരു ബ്യൂട്ടിഫുൾ ജോബ്. ഇത് നല്ലൊരു സൗന്ദര്യമുള്ള ജോലിയാണ് അഭിനയിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സന്തോഷം. പിന്നെ ആസ് ആൻ ആക്ടർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എനിക്ക് നല്ല എഴുത്തുകാരെ കിട്ടി, തിരക്കഥാകൃത്തുക്കളെ കിട്ടി, സംവിധായകരെ കിട്ടി, കൂടെ അഭിനയിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ആൾക്കാരെ കിട്ടി. അവരുടെയൊക്കെ ഒരു ഓറയും അവരുടെയൊക്കെ ഒരു സ്നേഹത്തിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ഈ കുട്ടികൾക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അല്ല, ഞാൻ എൻ്റെ ഫാമിലിയിൽ 2 പേരെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കാര്യമില്ല. ഇവരൊക്കെ അത് പ്രൂവ് ചെയ്ത് അവർ ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ആക്ടറിന് ഒരു നല്ല വേഷം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഏത് ആക്ടറായാലും.
അപ്പം ഇവർക്കും അങ്ങനെ നല്ല വേഷങ്ങൾ കിട്ടട്ടെ, നല്ല സംവിധായകരെ കിട്ടിയിട്ട് കൂടെ അഭിനയിക്കാൻ. പക്ഷേ എനിക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ച പലരും നമ്മുടെ കൂടെ ഇല്ല. വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സായിരുന്നു. അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സും അവരുടെ സപ്പോർട്ടും നേരത്തെ സായി പറഞ്ഞ പോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് വളരെയധികം ഉണ്ടായിരുന്നൊരു സമയമാണ്. നമ്മൾ വേണു ചേട്ടനായിട്ടോ ഗോപി ചേട്ടനായിട്ടോ അല്ലെങ്കിൽ ബാസി സാറുമായിട്ടോ നസീർ സാറോ അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. ശിവാജി ഗണേശനായാലോ അമിതാഭ് ബച്ചനായാലോ നാഗേശ്വർ റാവു സാറോ രാജ്കുമാർ സാറൊക്കെ ആയിട്ടുള്ള ഒരു ലെജൻഡറി ആക്ടേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് കിട്ടാൻ സാധ്യത കുറവാണിപ്പോൾ. കാര്യം അവരൊക്കെ പോയി, എന്നാലും അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ ബ്ലെസ്ഡ്. അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്രയേ ഉള്ളൂ. മനോജ് സാർ, ഇപ്പോൾ മനോജ് സാർ പണ്ട് ലാലേട്ടൻ സാഗറിലേസ് ജാക്കിയുടെ സമയത്ത് ഒരു ഭക്ഷണത്തിനോട് എങ്ങനെയാണ് ബഹുമാനം കാണിക്കേണ്ടതെന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഭയങ്കര വൈറലായിരുന്നു. അതിനോട് എങ്ങനെയാണ് ആദരവപൂർവ്വം പെരുമാറേണ്ടത് ഭക്ഷണത്തിനെ പറ്റി എന്നുള്ളത്. അപ്പം അതിൽ ലാലേട്ടൻ എന്നുള്ള മനുഷ്യൻ ബേസിക് ആയിട്ടുള്ളൊരു ഫുഡിനോട് എത്രമാത്രം ബഹുമാനം കാണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ മകൾക്ക് ആ രീതിയിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കുറച്ച് നേരം ട്രാവൽ ചെയ്തല്ലോ, എത്രമാത്രം അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അതുപോലെ ആസ് എൻ ആക്ടർ ഇപ്പോൾ ലാലേട്ടനെ പറ്റി എല്ലാവരും പറയുന്നത് പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻസ്, ഏറ്റവും നാച്ചുറലായ റിയാക്ഷൻസ് എന്നൊക്കെയാണല്ലോ. അതിൻ്റെ ട്രേസസും എത്രമാത്രം ഉണ്ട് കൂടെ വർക്ക് ചെയ്തത് എന്താ മനസ്സിലാക്കിയത്? ലാലേട്ടൻ എന്നൊരു വിസ്മയമാണ് നമ്മൾക്ക് മലയാളികൾ, പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി പറയാണ്. എല്ലാ രീതിയിലും ആസ് ആൻ ആക്ടർ പേഴ്സണൽ ലൈഫിലും ഒക്കെ അദ്ദേഹം ഒരു വലിയ മാതൃകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞ ഞാൻ പണ്ട് പറഞ്ഞ ഇൻസിഡൻറ്റ്. ലാലേട്ടൻ പലരും ഞാൻ ചുമ്മാ തള്ളിയതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയും ലാലേട്ടന് എൻ്റെ ഒരു പുസ്തകത്തിൽ തന്നെ ഞാൻ ലാലേട്ടൻ്റെ അനുവാദത്തോട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അത് മുന്നിലിരുത്തിക്കൊണ്ട് പറയുകയാണ്. അതൊക്കെ നടന്ന സംഭവമാണ്, ഞാൻ വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. മോളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അധിക ദിവസം മോളായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ മോളെ കണ്ട ആ നിമിഷം മുതൽ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, അത്രയും സിൻസിയറായിട്ടുള്ള ഒരു കുട്ടി. ആ ചിരിയിൽ തന്നെ അത് കാണാം എത്ര സിൻസിയറാണെന്നുള്ളത്. അപ്പോൾ അതാണ് വിസ്മയ. എനിക്ക് അത്രയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി ഇടയ്ക്ക് വന്ന ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നമ്മുടെ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി വിസ്മയ എന്താണെന്ന്. അപ്പോൾ ഇനി വിസ്മയ എന്താ ആക്ട്രസ് എന്താണെന്ന് നമ്മൾ 7-ാം തീയതി കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് സന്തോഷമാണ് ഈ സിനിമയിൽ വരാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. എന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ മകൻ്റെയും മകളുടെയും കൂടെ അഭിനയിക്കാൻ സാധിക്കുക അത് അപൂർവമായൊരു ഭാഗ്യമാണ്. ഈ തുടക്കം സിനിമയിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടായി എനിക്ക് ആ സിനിമയിൽ വരാൻ കഴിഞ്ഞതിൽ. നല്ല റോളൊക്കെയാണ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് ഏറ്റവും മനോഹരമായൊരു നിമിഷമുണ്ടായത് ഈ എൻ്റെ അവസാന ദിവസം, അതായത് ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസം എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്ന നേരത്ത് വിസ്മയ ഞാൻ ചോദിച്ചു, വിസ്മയ കാരവല്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് വിളിക്കാൻ പറഞ്ഞ് വിസ്മയ വെള്ളി ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ എൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു, ഞാൻ ഇന്ന് പോവുകയാണ്. ഓ ശരി ചേട്ടാ സന്തോഷം. ഞാൻ പറഞ്ഞു മോളുടെ അച്ഛൻ്റെ സിനിമയിൽ നാളെ രാവിലെ ഞാൻ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞു. ഒറ്റ ദിവസം രാവിലെ ലാലേട്ടൻ്റെ കൂടെ ഞാൻ അതിമനോഹരത്തിൽ അഭിനയിക്കാൻ പോകണം. അതൊരു വല്ലാത്തൊരു മൂമെൻ്റാണ്. മകളുടെ സിനിമയിൽ നിന്ന് അച്ഛൻ്റെ സിനിമയിലേക്ക്. ഇനി ചിലപ്പോൾ ഒരു അതിമോഹമാണ് മോനെ ദിനേശാന്ന് ലാലേട്ടൻ പറയരുത്. ഇനി ലാലേട്ടൻ്റെ സിനിമയിൽ ഞാൻ അവസാനം പറയും, ലാലേട്ട ഞാൻ വിസ്മയുടെ പടത്തിലേക്ക് നാളെ രാവിലെ ജോയിൻ ചെയ്യുകയാണ് എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, എന്ന സന്തോഷമാണ്. തുടക്കത്തിന് എല്ലാവിധ ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ജോക്കുട്ടാ, ഇവിടെ തുടങ്ങുകയാണ്, 7-ാം തീയതി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാവും. ഒരേ ഷോട്ടുകൾ എടുക്കാൻ പോകുമ്പോൾ ലാലേട്ടൻ ഇന്ന് നിങ്ങൾ കാണുന്നതാണ്, കുടുംബത്തിലുള്ള ആളാണ്. ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴും വിസ്മയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ടാവും. അച്ഛനും അമ്മയും അവിടെ ഉണ്ട്, ലൊക്കേഷനുണ്ട്. അഭിനയം കഴിഞ്ഞ് വരുമ്പം അച്ഛനും അമ്മയൊക്കെ എന്തൊക്കെ പറയാറുണ്ട്? എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കതിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഭയങ്കര ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ ഷൂട്ടിൻ്റെ സമയത്ത്. കാരണം അപ്പയും അമ്മയും ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ പ്രിപ്പറേഷനെ പറ്റി. എത്ര തയ്യാറെടുപ്പുകൾ എന്തൊക്കെയുണ്ട്? ആക്ച്വലി ഞാൻ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമ ഷൂട്ടിന് മുൻപായിട്ട് തന്നെ ഞാൻ ലാലൻകിള്ള വരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമകൾ കണ്ടിട്ട് കുറേ റെഫറൻസസും നോട്ട് ചെയ്ത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ലൈക്ക് ഇൻ മൈ ഓൺ വേ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ശ്രമമായിരുന്നു ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഐ ഫീൽ ലൈക്ക് ഐ വാച്ച് ലൈക്ക് ലോട്ട് ഓഫ് മൂവീസ്. അതായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ ഓബ്വിയസ്ലി ജൂഡേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എന്നെ പറ്റിയിരുന്നു. അത് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ വെരി ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ. കാരണം
ഓരോ സീനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും പോയിന്റ് ഔട്ട് ലൈക്ക് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഈസ് എ പെർഫെക്ഷനിസ്റ്റ്. അപ്പോൾ കിട്ടുന്നത് വരെ ഹി കീപ്സ് ട്രൈങ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ആൻഡ് ഈവൻ സായികുമാർക്ക് ലൈക്ക് കുറേ എക്സസൈസസ് ഈവൻ കണ്ണിനെ പറ്റിയും അങ്ങനെ കുറേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഈ ഒരു ടീം കിട്ടിയതിൽ തന്നെയാണ് ആക്ച്വലി വെരി ലക്കി. ബിക്കോസ് അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ബി ഏബിൾ ടു ഡു വാട്ട് ഐ ഡിഡ്. ബട്ട് യാ, അതായിരുന്നു എൻ്റെ ഒരു ഹോൾ പ്രോസസ് ആൻഡ് ദി ജേർണി ഓഫ് ദിസ് ഹോൾ ഷൂട്ട്. ഇത്രയും അതിലുള്ളവരൊക്കെ ഏറ്റവും വലിയ ആക്ഷൻ ഡയറക്ടേഴ്സാണ് അല്ലേ? സ്റ്റൺ സിൽവ, മറ്റേതിൻ്റെ പേര് യാനിക് ബെൻ. ആ പേര് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം അത്യാവശ്യം ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാവും. ലാലേട്ടനോട് ചോദിക്കാം. എന്നോട് ചോദിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് വിസ്മയ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിലർ ഇംപ്രസീവ് ആണ്, ഇന്റർവ്യൂ കാണുമ്പോൾ ആൾ നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പൊ തന്നെ കാണുമ്പോൾ കുറച്ച് ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ട്. അല്ലല്ല, വിസ്മയക്ക് ഇത് മാറ്റാൻ, ടെൻഷൻ മാറ്റി വയ്ക്കൂ, അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉപദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ടെൻഷൻ ഞാൻ അവർ തന്നെയല്ലേ മാറ്റി വയ്ക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തൂക്കും അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. പക്ഷേ ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനുമില്ല. ഇപ്പം 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷനില്ല. അതൊരു പ്രിപ്പറേഷനാണ്, അത് അറിയാതെ സംഭവിക്കുന്നതാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെ അല്ലേ ഇപ്പം. ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിലൊന്നും ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സക്സസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെയും അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ടെൻഷനാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ അല്ലേ? നമുക്കൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു, ട്രെയിലർ കണ്ടു, ഇനി സിനിമ കാണാൻ പോവാണ്. ആ സിനിമയെ കണ്ടിട്ട് വിലയിരുത്തും. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വല്ല വെറുതെ ഇരിക്കുന്ന ആളുടെ ടെൻഷനിൽ പോയിട്ടൊന്നും കുത്തി നോക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഈ ടെൻഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്. കാരണം ഈ പ്രണവ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ചേട്ടാ ഈ ഇൻ്റർവ്യൂസിനൊക്കെ കുറച്ച് ടെൻഷനാണെന്ന്. അപ്പം നമ്മളത് അങ്ങനെ അനുവദിച്ചു കൊടുത്തു. മായ സിനിമയിൽ വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു, അയ്യോ ഇത് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, നമ്മളങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനൊക്കെ. അപ്പം നമ്മളെന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും മോള് വരണ്ടെന്ന് പറഞ്ഞു. സിനിമയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇല്ല മോളെ അതാ ഒന്ന് ജസ്റ്റ് വന്നാൽ മതി, എന്തെങ്കിലും നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് അല്ലേ, എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ പാവം വന്നിട്ട് അതിനിപ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. ഇതാണ് സത്യസന്ധമായ കാര്യം. ഓക്കെ, കണ്ടില്ല. Sir, one question to you. You always the language. ഒരു നമ്മുടെ ലാംഗ്വേജ് കമാൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. സോ ഷീ ഡസൻറ്റ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഫ്ലുവൻസി ഇല്ല. സോ നോർമലി ആക്ടേഴ്സിന് it can happen to actors when they are not very fluent with the language. They'll stick on to that line. So I should not make a mistake എന്ന് പറയും. അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കും. എങ്ങനെയെങ്കിലും ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത്. പക്ഷേ അതല്ല, സ്ലോലി അത് ഇറ്റ് ഇസ് എ പ്രാക്ടീസ്. അപ്പം അതിൽ ഒരു നമുക്കുള്ള ഒരു വാട്ട് ഈസ് ഇംപ്രവൈസേഷൻ. വി സേ ദാറ്റ് ഈസ് ഞാൻ ചെയ്തു എന്നല്ല, അത് നമ്മളറിയാതെ നമ്മൾ ഒരു ഇൻറ്റ്യൂട്ടീവ് മൈൻഡിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രിപ്പറേഷനാണ് അത്. സംടൈംസ് യു വിൽ ഗെറ്റ് നാച്ചുറലി ഓർ യു ക്യാൻ കൾട്ടിവേറ്റ് ഇറ്റ്, യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. അത് ദാറ്റ് ഈസ് ദെയർ ഇൻ്റലിജൻസ്. ബട്ട് ഐ തിങ്ക് ആസ് ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ അവർ ഓൾറെഡി ഒരുപാട് പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് പ്ലേ പോലെ അല്ലല്ലോ സിനിമ. അപ്പം ആ ഇൻറ്റ്യൂട്ടീവ് മൈൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് വരണം. അതിന് നമ്മൾ പോയി പറഞ്ഞിട്ട് കാര്യമല്ല. ദാറ്റ് ഷീ ഹാസ് ടു ഡെവലപ്പ് ഹെർ ഓൺ ഇൻ ഹെർ ഓൺ വേ. അതൊരു ഇറ്റ്സ് എ പ്രോസസ്. അത് സ്ലോലി ഐ തിങ്ക് ഒരു കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ അസോസിയേഷൻ, വാച്ചിങ് മൂവീസ്, ദേ ക്യാൻ കൾട്ടിവേറ്റ് ആൻഡ് ദേ ക്യാൻ ബ്രിങ് ഔട്ട്. അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.